ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്പർ സിസ്റ്റം കൺവേർഷൻസ് ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ്, ദെൻ അരിത്തമെറ്റിക് ഓഫ് ബൈനറി നമ്പർ സിസ്റ്റം, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ സൈൻഡ് ആൻഡ് അൺസൈൻഡ് നമ്പേഴ്സ്, ദെൻ കെ മാപ്പ്, പിന്നെ എന്താണ് SOP ആൻഡ് POS ഫോം. അപ്പം ഇന്ന് ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് പ്രോബ്ലംസ് മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും ഫസ്റ്റ് മൊഡ്യൂളിലെ നമ്പർ സിസ്റ്റം ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ എക്സാമിന് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അതെല്ലാം നമ്മൾ ചെയ്ത് പോയാൽ മാത്രമേ എക്സാമിൻ്റെ ടൈമിൽ നമുക്കത് ഈസിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കൺവേർട്ട് ദ ബൈനറി വോൾ നമ്പർ ഇൻ ടു ഡെസിമൽ, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. അപ്പോൾ 3 കൺവേർഷനും നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമലിലോട്ടും ഒക്ടലിലോട്ടും ഹെക്സാഡെസിമലിലോട്ടും കൺവേർട്ട് ചെയ്യാനാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ബൈനറി നമ്പർ, അപ്പം ഏതൊരു നമ്പറിനെയും ഡെസിമലിലോട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം? ടു ഡെസിമൽ, ടു ബേസ് 10 ആയിട്ടുള്ള, ബേസ് 10 ആണ്, ഞാൻ ഡെസിമലിന് എഴുതുന്നില്ല. ഈ ബേസ് 10 ആയിട്ടുള്ളതിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആയിരിക്കും നടക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ്? 2ന്റെ പവർ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇതെന്തായിരുന്നു? 2⁻⁴ ആയിരിക്കും. ഇത് 1, ഇത് 2⁻², ദെൻ 2⁻3, ഇത് 4, ദെൻ 5, 6. അപ്പോൾ ഇതെങ്ങനെ വരിക? 2⁻6 പ്ലസ് 2⁻5 പ്ലസ് 2⁻3 പ്ലസ് 2² പ്ലസ് 2⁻0. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും. നമുക്ക് എന്താ പറയുക, ഞാൻ ജസ്റ്റ് ഇത് മാത്രം എഴുതാം. കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. 2⁻6 പ്ലസ് ദെൻ 2⁻5, ഇത് 1 ഇൻറ്റു ആണ് കേട്ടോ. ഇവിടെ 1 ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ 1 എഴുതാത്തത്. ഓക്കെ, പ്ലസ് പിന്നെ എന്താണ്? 0 ആണ്, അതില്ല. സോ 2⁻3. നിങ്ങൾ എന്തായാലും എക്സാമിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ എഴുതണം. എളുപ്പ വഴി ഒന്നും നോക്കണ്ട, ഇതിന് സ്റ്റെപ്പിന് മാർക്കുണ്ട് നിങ്ങൾക്ക്. 2² പ്ലസ് 2⁻0. ഇതിന് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുമ്പം ഇതിൻ്റെ ആൻസർ 109 എന്ന് കിട്ടും. 109 എന്ന് കിട്ടും. 109 ഏത് ഫോമിലാണ്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമലാണ്. ടു ബേസ് എന്തായിരിക്കും? 10 ആയിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അതായത് തന്നിരിക്കുന്ന ബൈനറീനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഈ ബൈനറീനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഒക്ടലിലോട്ടും കറസ്പോണ്ടിങ് ഹെക്സാഡെസിമലിലോട്ടും കൂടെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒക്ടലിലോട്ട് എങ്ങനെയായിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്? നമുക്ക് നോക്കാമേ. 1101101. ഇതിന് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 ഡിജിറ്റിനെ ഗ്രൂപ്പ് ചെയ്യുക. 3 ഡിജിറ്റ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഫസ്റ്റ് ഗ്രൂപ്പ് ഇതാണ്, സെക്കൻഡ് ഗ്രൂപ്പ് 3 ഡിജിറ്റ് ഇതാണ്, പിന്നെ തേർഡ് ഗ്രൂപ്പിൽ നമ്മൾ 2 0യും കൂടെ അഡീഷണലി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 001. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി, അതായത് ഈ ബൈനറി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്മൾ എഴുതുകയാണ്. 001 എത്രയാണ്? 1. 101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5. പിന്നെയും എഗെയിൻ 101 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 5. സോ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയത്? 155. 155 ആണ് ഒക്ടൽ നമ്പർ ടു ദ ബേസ് 8. എക്സാമിന് ബേസ് എഴുതാൻ മറന്നു പോകരുത്. എക്സാമിന് എന്താണോ തന്നിരിക്കുന്ന കൺവേർഷൻ അതിൻ്റെ ബേസ് എഴുതാൻ മറക്കരുത്. പിന്നെ ഏതിപ്പം നമ്മുടെ ഈ ഒരു നമ്പർ സിസ്റ്റം ബേസ് ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തായാലും നമ്മളോട് ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ എന്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും പ്രതീക്ഷിക്കാം. അത് 1's കോംപ്ലിമെൻ്റ് ആയിക്കോട്ടെ, 2's കോംപ്ലിമെൻ്റ് ആയിക്കോട്ടെ, ഇനിയിപ്പം സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം വെച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആയിക്കോട്ടെ, എന്തിരുന്നാൽ പോലും നിങ്ങൾ ആദ്യമേ, അതായത് ആൻസർ ഷീറ്റിൽ നമ്മൾ എന്താണ് നമ്മുടെ ബൈനറി ഫോം എഴുതി വെക്കണം. അതായത് 00, നമുക്ക് എന്താണ് 0 മുതൽ 15 വരെയുള്ളതിൻ്റെ ബൈനറി നമ്പേഴ്സ് അറിയാമല്ലോ. ആ ബൈനറി നമ്പറും അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമലും നമ്മുടെ ആൻസർ ഷീറ്റിൽ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എക്സാമിന് ആൻസർ എഴുതുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അതായത് ഒരിക്കലും തെറ്റിപ്പോവില്ല. എക്സാം എന്തായാലും എഴുതുന്ന എക്സാം ഹോളിൽ എന്തായാലും നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അത് നമ്പർ സിസ്റ്റം ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഇച്ചിരി കൂടും. 0യും 1ഉം ഉള്ള കാര്യമാകുമ്പം ഒരു 1ഓ 0യോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ എൻ്റെയർ വാല്യൂ തന്നെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യമേ എന്തായാലും അത് എഴുതി വെക്കുക. ഇനി ലാസ്റ്റ് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ അത് എളുപ്പമായിരിക്കും. ഓക്കെ, അതുകൊണ്ടും അത് മാത്രം ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അടുത്ത എന്താ, നമ്മളപ്പം ബൈനറി നമ്പറിനെ ഡെസിമലിലോട്ടും കൺവേർട്ട് ചെയ്തു,
കറസ്പോണ്ടിങ് ഒക്ടലിലോട്ടും കൺവേർട്ട് ചെയ്തു. ഇനി തന്നിരിക്കുന്ന എന്താണ്, അടുത്ത ഹെക്സാഡെസിമലിലോട്ടും കൂടെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്പർ ഞാൻ അഗൈൻ ഒന്നുകൂടെ എഴുതുവാണ് ഇങ്ങോട്ട്. ആ നമ്പർ എത്രയാണ്, ഹെക്സാഡെസിമലിന്റെ ബേസ് എത്രയാണ്, 16 ആണ്. സോ നമ്പർ ഞാൻ എഴുതുവാണ് 1 1 0 പിന്നെ അഗൈൻ 1 1 0 1. ഹെക്സാഡെസിമലിലോട്ട് ആയതുകൊണ്ട് ഇതിനെ 4 നമ്പേഴ്സ് അടങ്ങുന്ന ഗ്രൂപ്പായിട്ടായിരിക്കണം നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ. അപ്പം 1 0 1 2 3 4 ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്, നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പ് ഇപ്പോൾ 0 1 1, ഇവിടെ 4 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഗെയിൻ ഒരു 0യും കൂടെ ആഡ് ചെയ്തു, അതിനെ 4 ആക്കി മാറ്റി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്മൾ എഴുതുമ്പം നമുക്ക് കിട്ടുന്ന നമ്പർ ആയിരിക്കും അതിന് കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ. 1101 1101 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ആണ്, ABCD, അതായത് 12 ആണ്. 1101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 12 ആണ്. അപ്പം ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് 12 നമുക്ക് എഴുതാൻ പറ്റുമോ, പറ്റില്ല. അതിന് നമ്മൾ ഡി എന്ന് തന്നെ എഴുതി. അതിനുശേഷം എന്താണ് 0 110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്, 6. സോ 6D ടു ദ ബേസ് എന്താണ് 16 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ. ഓക്കെ, ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 6D ആണ്. അപ്പം തന്നിരിക്കുന്ന എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. ബൈനറിയിൽ നിന്നിട്ട് നമ്മൾ ഡെസിമലിലോട്ടും ഒക്ടലിലോട്ടും ഹെക്സാഡെസിമലിലോട്ടും നമ്മൾ കൺവേർട്ട് ചെയ്തു. അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, ഇത് നിങ്ങൾ തനിയെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചെയ്താൽ മതി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇതിവിടെ ആൻസർ ഓൾറെഡി തന്നിട്ടുണ്ട്, ഈ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നത് മാത്രം നോക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കൺവേർട്ട് ദ ഫ്രാക്ഷണൽ ബൈനറി നമ്പർ 0.1011 ടു ഡെസിമൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. തന്നിരിക്കുന്ന എന്താണ്, ഒരു ഫ്രാക്ഷണൽ നമ്പർ സിസ്റ്റം ആണ്. ഇതിനകത്ത് ഡെസിമൽ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ഇതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഡെസിമലിലോട്ട്. സോ ഏതൊരു നമ്പറിനെയും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ബേസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇത് പോയിന്റ് തന്നതുകൊണ്ട് ഇങ്ങോട്ടേക്കുള്ളതിന്റെ പവർ എന്തായിരിക്കും, -1, എന്താണ് -2, -3, -4 ഇതായിരിക്കും. സോ ഇതിന്റെ ആൻസർ ഇവിടെ ഓൾറെഡി ആൻസർ എഴുതിയിട്ടുണ്ട്. ഇത് എങ്ങനെ എത്തുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്പർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്, 0.1011 which is equal to ഫസ്റ്റ് എത്രയാണ്, -1, 2 raised to -1. ഇത് 2 അല്ലേ, ബൈനറി നമ്പർ ആണ്. 2 raised to -1 പ്ലസ് 1 into 2 raised to -1 ആണ്. ഞാൻ 1 ഇവിടെ എഴുതിയിട്ടില്ല. അടുത്ത 0 ഉണ്ടോ, 2 raised to -2 ഉണ്ടോ, ഇല്ല. അടുത്ത എത്രയാണ്, 2 raised to -3 പ്ലസ് 2 raised to -4. ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, ഇത് നേരിട്ട് എഴുതാം. അല്ലാന്നാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ, അതായത് 2 raised to -1ൻ്റെയും -2 അല്ലെങ്കിൽ -3 അങ്ങനെ ഒരു 2-3 വാല്യൂസ് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് അത് വളരെ ഉപകാരപ്പെടുന്നതാണ്. 2 raised to -1 എന്ന് വെച്ചാൽ അത് 0.5 ആണ്. 2 raised to -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.125 ആണ്. 125 പ്ലസ് 2 raised to -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0625 ആയിരിക്കും. 2625. ഇതിന് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ നമുക്ക് തന്നിരിക്കുന്ന പോലെ തന്നെ കിട്ടും, 0.6875. 0.6875 ടു ദ ബേസ് എത്രയാണ്, 10. ഡെസിമലിലോട്ട് കൺവേർഷൻ നടത്തുമ്പോൾ ബേസ് ഇടാൻ മറന്നു പോകരുത്. ടു ദ ബേസ് 10. ഓക്കെ, ഇതും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാനപ്പോൾ ഇതിനകത്തൊരു ഒരു ഫ്രാക്ഷണൽ പാർട്ട് വന്നാൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നാണ് നോക്കിയത്. ഇതും നിങ്ങൾക്ക് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കെ മാപ്പ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഫൈൻഡ് ദ ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ കെ മാപ്പ് ഗിവൺ ബിലോ. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്, ഒരു കെ മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. കാണുമ്പോൾ അറിയാം ഇതൊരു 4 വേരിയബിൾ കെ മാപ്പ് ആണ് തന്നിരിക്കുന്നത്. ഈ 4 വേരിയബിൾ കെ മാപ്പിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ആൻസർ ഇവിടെ
എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ബാക്കി കാണുന്നതിന് മുമ്പ് തനിയെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിനകത്ത് 2 ആൻസർ എഴുതിയിട്ടുണ്ട്. ഈ രണ്ടിൽ ഏത് കിട്ടിയാലും കറക്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്ത് നോക്കുക. ഈ ആൻസറിൽ എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്താൽ നോക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ അല്ലെങ്കിൽ ഡേറ്റ ഞാനിവിടെ ആദ്യം എഴുതുകയാണ്. ഫസ്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് എ ബാർ ബി ബാർ ആയിരിക്കും, അല്ലെങ്കിൽ 0 0 ആയിരിക്കും. ഈ ഒരു റോ മൊത്തം എന്തായിരിക്കും? 0 0 ആയിരിക്കും. അടുത്ത എന്താണ്? എ ബി ബാർ. എ ബി ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല, എ ബി ബാർ അല്ല, എ ബാർ ബി. 0 0 കഴിഞ്ഞു കഴിഞ്ഞാൽ 0 1. അടുത്തത് എന്താണ്? 1 1. 1 1ന് കറസ്പോണ്ടിങ് എന്താണ്? എ ബി. എ ബി ആണ്. അടുത്തത് എന്താണ്? ഇനി 1 0 1 0 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ബാർ ബി ബാർ. അടുത്തത് സി ഡി. ഇതുപോലെ തന്നെയായിരിക്കും സെയിം ഇവിടെയും. സി ബാർ ഫസ്റ്റ് എന്താണ്? സി ബാർ ഡി ബാർ. സി ബാർ ഡി ബാറിന് ഇവിടെ എന്തായിരിക്കും? 0 0 ആയിരിക്കും. ഇത് ഞാൻ എഴുതുന്നില്ല. അടുത്ത എന്താണ്? സി ബാർ ഡി. അത് കഴിഞ്ഞാൽ സി ഡി. അടുത്തത് സി ഡി ബാർ. ഫസ്റ്റ് ഇതാണ് ചെയ്യേണ്ടത്. ഇതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് 1 തന്നിരിക്കുന്നതിനെ നോക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഗ്രൂപ്പ് ചെയ്യേണ്ടത് 1 2 4 അപ് ടു എങ്ങനെ വരെ ഗ്രൂപ്പ് ചെയ്യാം? 2n സെല്ലിനെ ആയിരിക്കും നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. 2n സെൽസ്. n സെൽസിനെ ആയിരിക്കും ഗ്രൂപ്പ് ചെയ്യുക. അത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പും എത്ര ലാർജ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ അതാണ് നോക്കേണ്ടത്. സ്മോൾ ഗ്രൂപ്പിംഗ് അല്ല. ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ആക്കാം, ഈ രണ്ടിനെ ഗ്രൂപ്പ് ആക്കാം, ഈ രണ്ടിനെ, അങ്ങനല്ല. മാക്സിമം ലാർജ്, അതായത് ലാർജ് ഗ്രൂപ്പിംഗ് ആയിരിക്കും അലോ ചെയ്യുക. അതായത് ലാർജ് ഗ്രൂപ്പായിട്ട് ആക്കാൻ വേണം നിങ്ങൾ നോക്കാൻ. നമ്മൾ ഇതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ ഏറ്റവും ചെറിയ രീതിക്കുള്ള എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ അതിനാണ് നമ്മൾ ഈ കെ മാപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് നമുക്ക് എന്ത് ചെയ്യാം? കോർണറിനെ തമ്മിലും ഗ്രൂപ്പ് ചെയ്യാം. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കെ മാപ്പ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കെ മാപ്പിന്റെ കേസ് അറിയാം. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പായിട്ട് ഞാൻ ഈ ഗ്രൂപ്പ് എടുക്കുകയാണ്. അതായത് ഈ 4 കോർണേഴ്സ്, 4 കോർണറിലും 1 ഉണ്ട്. ആ 4 കോർണറിലെയും 1 വെച്ചിട്ട് ഞാനൊരു ഗ്രൂപ്പ് എടുക്കുകയാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ്. ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ എന്തായിരിക്കും കോമൺ ആയിട്ട് വരിക? ഫസ്റ്റ് ഗ്രൂപ്പിൽ നോക്കിയേ, ഈ 4 കോർണറിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 0 0. ഇത് ആദ്യം ഫസ്റ്റ് കൺസിഡർ ചെയ്തേ. ഈ 0 എന്തായാലും ഇതിനകത്തൊന്നും കോമൺ വരുന്നില്ല. 0 0യിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? എ ബാർ ബി ബാർ ഇവിടെ കോമൺ ആണ്. ഇതിൽ എന്താണ് കോമൺ ആയിട്ടുള്ളത്? ബി ബാർ അല്ലേ? ആദ്യം കോളം നോക്കാം, അതിനുശേഷം നമുക്ക് റോ വൈസ് നോക്കാം. എന്തുണ്ട് ഇതിനകത്ത് കോമൺ ആയിട്ട്? ബി. ഇതിനകത്ത് എന്താണ് കോമൺ ആയിട്ടുള്ളത്? ബി ബാർ ഉണ്ട്. എ ബാർ ബി ബാർ, ഇവിടെ എ ബി ബാർ. ബി ബാർ കോമൺ ആണ്. സോ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ ബി ബാർ എഴുതി. ഓക്കെ, ബി ബാർ. അടുത്തതിൽ കോമൺ എന്താ വരിക നോക്കിയേ. അപ്പൊ നമ്മൾ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് ബി ബാർ എഴുതി. ഇനി അടുത്തത് നോക്കി, ഇതിനകത്ത് സി ബാർ ഡി ബാർ, ഇവിടെയും സി ബാർ സി ഡി ബാർ. സോ ഇതിനകത്ത് എന്താണ്? ഡി ബാർ കോമൺ. സോ ഫസ്റ്റ് ഗ്രൂപ്പിൽ എനിക്ക് കിട്ടി ബി ബാർ ഡി ബാർ എന്നതാണ് എൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിങ്ങിൽ എനിക്ക് കിട്ടിയ വാല്യൂ. അടുത്ത ഗ്രൂപ്പ് നോക്കി. അടുത്ത ഗ്രൂപ്പ് ഇതിനകത്ത് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. 6 പോസിബിൾ ആണോ? 6 എന്ന് പറയുന്ന നമ്പർ ഇതിനകത്ത് പോസിബിൾ അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 4നെ ഞാൻ ഗ്രൂപ്പ് ചെയ്യാണ്. ഈ 4നെ ഞാൻ ഗ്രൂപ്പ് ചെയ്യാണ്. ഈ 4 വാല്യൂസിനെ ഗ്രൂപ്പ് ചെയ്തു. അതെന്ന് പറയുന്നതാണ് എൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിംഗ്. കണ്ടല്ലോ, ഈ 4 എണ്ണത്തിനെയാണ് ഞാൻ സെക്കൻഡ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തത്. അപ്പം ഇതിനകത്ത് കോമൺ ആയിട്ട് എന്താണുള്ളത് നോക്കി. ഇതിനകത്ത് എന്തുണ്ട്? ആദ്യം റോ നോക്കാണ്. സി ബാർ ഡിയും സി ഡിയും. ഇതിനകത്ത് ഡി കോമൺ ആണ് അല്ലേ? ഇതിനകത്ത് ഡി കോമൺ ആണ്. ദെൻ അടുത്തത് കോളം വൈസ് നോക്കിയേ. എ ബാർ ബിയും എ ബിയും. ഇതിനകത്ത് ബി കോമൺ ആണ്. ബി ഡി അല്ലെ, ബി ഡി എന്ന് എഴുതാമേ. ബി കഴിഞ്ഞിട്ടല്ലേ ഡി. സോ ബി ഡി. അപ്പൊ രണ്ടാമത്തേൽ എനിക്ക് കിട്ടി ബി ഡി. ഇനി അടുത്ത ഗ്രൂപ്പിംഗ് ആണ്. അടുത്ത ഗ്രൂപ്പിംഗ് നമുക്ക് 2 രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ 4 എണ്ണത്തിനെയും കൂടെ ഒരു ഗ്രൂപ്പ് ചെയ്തൂടെ? കാരണം ഈ 2 എണ്ണത്തിനെയും കൂടി ഇനി നമുക്ക് എടുക്കാനുള്ളത് വേറെ എടുക്കാം. അതായത് നമുക്കിനി ഗ്രൂപ്പ് ചെയ്യാനുള്ളത് ഈ 2 എണ്ണത്തിനെയാണ്.
അപ്പൊ ഈ രണ്ടെണ്ണത്തിനെ ഗ്രൂപ്പ് ചെയ്താൽ ശരിയാവുമോ? ഈ രണ്ടെണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഈ രണ്ടെണ്ണത്തിനെയും കൂടെ ആക്കി 4 ആയി ഗ്രൂപ്പ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ രണ്ടിനെ വെച്ചിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ 2 ഗ്രൂപ്പിംഗ് ഇതിനകത്ത് പോസിബിൾ ആണ്. ഞാനിപ്പം ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാണ്, അതായത് ഈ 4 എണ്ണം, മനസ്സിലായല്ലോ? ഈ 4 എണ്ണത്തിനെ ഗ്രൂപ്പ് ചെയ്യാണ്. ഇതാണ് എൻ്റെ മൂന്നാമത്തെ ഗ്രൂപ്പിംഗ്. ഈ 3 ഗ്രൂപ്പിങ്ങോട് കൂടി നമ്മുടെ എല്ലാ വേരിയബിളും ഗ്രൂപ്പിനകത്തായില്ലേ? മൂന്നാമത്തെ ഗ്രൂപ്പിംഗ് ഇതിനകത്ത് എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്? അതായത് ഇതിനകത്തുള്ള കോമൺ ടേംസ് ഏതാണോ ആ കോമൺ ടേം ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. എ ബി ദെൻ എ ബി ബാർ, ഇതിനകത്ത് എ കോമൺ ആയിട്ടുണ്ട് ഇല്ലേ? ഇനി നമ്മുടെ റോ വൈസ് നോക്കിയേ, സി ബാർ ഡിയും സി ഡിയും, ഇതിനകത്ത് എന്താ കോമൺ? ഡി കോമൺ ആണ്. സോ എ ഡി കോമൺ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു എക്സ്പ്രഷൻ. അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, എന്താണ്? ബി ബാർ ഡി ബാർ ഡി ബാർ പ്ലസ് ബി ഡി ഡി പ്ലസ് എ ഡി. ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ലാസ്റ്റ് ഗ്രൂപ്പിംഗ് മാറ്റി വേറൊരു ഗ്രൂപ്പിംഗും കൂടി ഇതിനകത്ത് പോസിബിൾ ആണ്. ഏതാണ്? ഈ ഗ്രൂപ്പിംഗ്. രണ്ടും കൂടെ എഴുതേണ്ട ആവശ്യമില്ല, ഈ ഗ്രൂപ്പിംഗും പോസിബിൾ ആണ്. അപ്പം ഇത് രണ്ടും കോമൺ ആയിട്ട് വരും. ഇതിന്റെ കൂടെ ഏത് വരും? ഇതിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? ഇതില് ഫുള്ള് വരുന്നത്. സോ എ ബി ബാർ എന്ന് വരും. ബാക്കിയെല്ലാം കോമൺ ആണ്. ഏതാണ്? ഈ ഗ്രൂപ്പിൽ എന്ത് വരും? എ ബി ബാർ, എ ബി ബാർ. അപ്പം ഇതിൽ ഏത് വേണമെങ്കിലും എഴുതിയാൽ മതി. ഇപ്പൊ ഇതിനകത്ത് ഗ്രൂപ്പിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. മാക്സിമം പോസിബിൾ സെല്ലുകൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയുള്ള വേരിയബിൾസ് ആണ്? കോർണർ ഗ്രൂപ്പിംഗ് പോസിബിൾ ആണ്. പിന്നെന്താണ്? 1 2 4 8 2n സെല്ല് വെച്ചിട്ടായിരിക്കും നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് മാക്സിമം ലാർജ് അതായത് ഗ്രൂപ്പിങ്ങിന്, അതായത് നിങ്ങൾക്ക് കെ-മാപ്പിന്റെ റൂളുകൾ അറിയാമെന്ന് വിചാരിക്കുന്നു. കെ-മാപ്പിന്റെ റൂൾ, ഇത് ഒരു പ്രോബ്ലം ചോദിച്ചാൽ റൂൾ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കിട്ടിയ ക്വസ്റ്റിന് ആദ്യം നമ്മൾ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസ് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയിട്ട് കോമൺ ആയിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിംഗ് ആണ്. ഗ്രൂപ്പിംഗ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നമ്പേഴ്സ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ നോക്കുക. മാക്സിമം നമ്പർ വെക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ മറന്നു വരുന്നു. 2n സെല്ലായിരിക്കണം. അല്ല നമുക്ക് ഈ 6 എണ്ണത്തിന് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. 2 4 8 അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് എഴുതുക. ലാസ്റ്റ് എല്ലാം കൂടി എഴുതുക. ഇങ്ങനെയാണ് ഒരു കെ-മാപ്പ് സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്ത ക്വസ്റ്റ്യനും ഒരു കെ-മാപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? y equal to ab plus a bar bc plus a b bar plus c. സോൾവ് ബൂളിയൻ എക്സ്പ്രഷൻ ബൈ കെ-മാപ്പ്. കെ-മാപ്പ് ഉപയോഗിച്ചിട്ട് ഈ ബൂളിയൻ എക്സ്പ്രഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ എത്ര വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് നോക്കേണ്ടത്. 3 വേരിയബിൾ. സോ നമുക്ക് വേണ്ട കെ-മാപ്പ് ഏതാണ്? 3 വേരിയബിൾ കെ-മാപ്പ് ആണ് വേണ്ടത്. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ സ്റ്റെപ്പ് 1 എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതുമ്പം എപ്പോഴും ഞാൻ പറഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാനുള്ളത് സെന്റൻസിൽ എഴുതിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലോട്ട് കിടക്കാൻ. ഇപ്പൊ കെ-മാപ്പ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ യൂസ് ചെയ്യേണ്ട എത്രയാണ്? 3 വേരിയബിൾ കെ-മാപ്പ് ആണ്. 3 വേരിയബിൾ. അതാണ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബൂളിയൻ എക്സ്പ്രഷനിൽ നിന്ന് കിട്ടുന്ന ഇത്. ഓക്കെ, 3 വേരിയബിൾ ആണ്. 3 വേരിയബിൾ കെ-മാപ്പ് ആണ്. അപ്പൊ 3 വേരിയബിളിന്റെ കെ-മാപ്പ് എങ്ങനെ നമുക്ക് വരയ്ക്കാം? 2 രീതിയിൽ വരയ്ക്കാം. ഒന്നെങ്കിൽ ഈ രീതിയിൽ വരയ്ക്കാം, അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന നേരെ തിരിച്ചുള്ള രീതിയിലും നമുക്ക് വരയ്ക്കാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ടുള്ളത് ആ രീതി തന്നെ നോക്കാം. ഇവിടെ വേണമെങ്കിൽ എ ബി, എങ്ങനെ വേണേലും നിങ്ങളുടെ ഇഷ്ടത്തിന് വരയ്ക്കാം. ഇത് എ ബിയും വരും, ഇവിടെ സി വരും. അത് നേരെ തിരിച്ചോ അങ്ങനെ എങ്ങനെയാന്ന് വെച്ച് വരയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന മെത്തേഡ് ഇതാണ്. സീനെ ലെഫ്റ്റ് സൈഡിലും എടുത്തു, എ ബിനെ റൈറ്റ് ആയിട്ടും എടുത്തു. അപ്പൊ എന്താണ്? 3 വേരിയബിൾ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ പറയാം എ ബി പ്ലസ് എ ബാർ ബി സി പ്ലസ് എ ബി ബാർ പ്ലസ് സി എന്ന് പറയുന്നത് ഒരു 3 വേരിയബിൾ ആണ്. പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് SOP യിൽ തന്നിരിക്കുന്ന എന്താണ്? സം ഓഫ് പ്രോഡക്റ്റിലാണ് തന്നിരിക്കുന്നത് അല്ലേ? SOP ഫോം. SOP ഫോമും POS ഫോമും എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും.
സം ഓഫ് പ്രോഡക്റ്റ് ടേമിലാണ്, അതായത് ഈ പ്രോഡക്റ്റുകളുടെയൊക്കെ സമ്മായിട്ടാണ് തന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് SOP അല്ല. സോ ഫസ്റ്റ് നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാൻഡേർഡ് SOP ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ K-മാപ്പിൽ എന്താണ്, K-മാപ്പിൽ ചെയ്യുമ്പോഴത്തേനും വേറെ കുഴപ്പമൊന്നുമില്ല, ഇതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. K-മാപ്പിൽ നമ്മൾ 1 എന്ന് പറയുന്ന ഡിജിറ്റ് ഇടാൻ ഒത്തിരി കൺഫ്യൂഷൻ ചിലപ്പോഴെങ്കിൽ ചിലവർക്ക് ഉണ്ടാവാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരിട്ട് തന്നെ ഇത് എഴുതി സോൾവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന് സ്റ്റാൻഡേർഡ് SOP ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് SOP ആക്കുന്നത്? മിസ്സായിപ്പോയ വേരിയബിളിന്റെ ആ വേരിയബിളും അതിന്റെ ഇൻവേർഷനും ചേർന്നിട്ട് ആഡ് ചെയ്യണം. എങ്ങനെയാ? ഫസ്റ്റ് കേസിൽ എന്താണ് A B എന്നായിട്ടുള്ളത്, അതിനകത്ത് C എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടോ? ഇല്ല. C ഇല്ലാത്തതുകൊണ്ട് നമുക്ക് C പ്ലസ് C ബാർ. C പ്ലസ് C ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ബൂളിയൻ ഓൾജിബ്ര പഠിക്കുമ്പോഴത്തേനും A പ്ലസ് A ബാർ എന്ന് പറഞ്ഞാൽ 1 ആണ്. AB ഇൻറ്റു 1 എന്ന് പറഞ്ഞു, ഇതെന്ന് പറഞ്ഞ ഈ ടേം എന്താണ്, 1 എന്നാണ് മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്താലും ഇത് ചെയ്താലും എന്ത് കുഴപ്പമില്ല, പ്രത്യേകിച്ച് കുഴപ്പമില്ല. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AB തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇല്ലാത്ത ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം, C പ്ലസ് C ബാർ എന്ന് പറഞ്ഞ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ടാമത്തെ കേസ് ഏതാണ്? A ബാർ BC, A ബാർ BC. അതിനകത്ത് 3 വേരിയബിളും പ്രസന്റ് ആണ്, അതിനകത്ത് നമുക്കൊന്നും ചെയ്യണ്ട. മൂന്നാമത്തെ എന്താണ്? A B ബാർ. A B ബാറിൽ എന്തില്ല? C ഇല്ല. C എന്ന് പറയുന്ന ടേം ഇട്ടിട്ടുണ്ടോ? A B ബാർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, C പ്ലസ് C ബാർ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. C പ്ലസ് C ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. ദെൻ ലാസ്റ്റ് ടേമിൽ എന്താണ്? C മാത്രമേ ഉള്ളൂ, അതിനകത്ത് എയും ഇല്ല ബിയും ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, A പ്ലസ് A ബാർ വെച്ചിട്ടും അതിനെ ചെയ്യാൻ പറ്റും, A പ്ലസ് A ബാർ. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, B പ്ലസ് B ബാർ, B പ്ലസ് B ബാർ. ഇത് നമ്മൾ K-മാപ്പിൽ, കാരണം ഇത് K-മാപ്പിൽ 3 വേരിയബിൾ ആണ്. K-മാപ്പിൽ നമുക്കിത് നോക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 മാർക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പം പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇനി മാർക്ക് ചെയ്യുമ്പോൾ C മാത്രമേ ഉള്ളൂ, C മാത്രം എന്ന് പറയുന്നൊരു വേരിയബിൾ ഇതിനകത്തുണ്ടോ? ഇതിനകത്ത് C, ഇതിപ്പോൾ എല്ലാത്തിലും എന്താണ് 3 വേരിയബിൾ ആണ്. എല്ലാ റോയും അല്ലെങ്കിൽ കോളവും 3 വേരിയബിൾ അടങ്ങുന്ന കോമ്പിനേഷൻ ആയിരിക്കും വരിക. എയും ബിയും സിയുടെയും കോമ്പിനേഷൻ ആയിരിക്കും വരിക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് SOP ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ സ്റ്റാൻഡേർഡ് SOP വെച്ചിട്ട് നമുക്ക് ഈ K-മാപ്പിനെ സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 3 വേരിയബിളിന്റെ K-മാപ്പ് വരയ്ക്കാം. ഇതിന്റെ മുകളിൽ ഇതിന്റെ മീനിങ് എന്ത്, ഇതെന്താണ് ഇവിടെ 0 0 ആണ്. 0 0 എന്ന് വെച്ചാൽ എന്താണ്, A ബാർ B ബാർ ആണ്. ഇത് രണ്ടും ബാറാണ് ഇവിടെ അല്ലേ. അടുത്ത എന്താണ്, 0 1 ആണ്. 0 1 0 1 എന്ന് വെച്ചാൽ എന്താണ്, A ബാർ B ആണ്. A ബാർ B എന്നാണ് വരിക 0 1 ആകുമ്പോഴത്തേനും. അടുത്ത എന്താണ്, A B ആണ്, അല്ലെങ്കിൽ 1 1 ആണ് അടുത്തത്. A B ആയതുകൊണ്ട് 1 1. ലാസ്റ്റ് എന്താണ്, 1 0 1 0 എന്ന് പറഞ്ഞാൽ എന്താണ്, A B ബാർ ആണ്. A B ബാർ, ഇത് B ആണ്, B ബാർ. ഇതെന്താണ്, ഫസ്റ്റ് കോളം എന്താണ്, C ബാർ വരും, ഇവിടെ എന്ത് വരും, C വരും. ഇത്രയാണുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷൻ വെച്ചിട്ട് ഇതിനകത്ത് എവിടെയൊക്കെയാണ് നമുക്ക് 1 ഇടേണ്ടത് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, A B. ഈ ക്വസ്റ്റ്യൻ, അതായത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് 1 മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ കൺഫ്യൂഷൻ ആവരുത് എന്നുള്ളത് കൊണ്ടാണ് സ്റ്റാൻഡേർഡ് SOP ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തത്. സ്റ്റാൻഡേർഡ് SOPയിലാകുമ്പം എല്ലാ വേരിയബിളും ഉണ്ടല്ലോ, ഇതിലും എല്ലാ വേരിയബിളും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 1 വേഗം മാർക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്താണ്, A B. ഇതിനകത്ത് A B എന്ന് പറയുന്ന ഒരു ടേം വന്നിരിക്കുന്നത് എവിടെയാണ്, ഈ രണ്ടിടവും, ഇത് രണ്ടും എന്താണ്, A B ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ടിടത്തും 1 ഇടാൻ പറ്റും. അടുത്ത എന്താണ്, A ബാർ B C. A ബാർ B C എന്ന് പറഞ്ഞ ഏതാണ്, ഇതാണ് A ബാർ B. A ബാർ B എന്ന് പറയുന്ന കോളമാണ് ഇത്. C വന്നിരിക്കുന്ന ഇതാണ്. സോ രണ്ടാമത്തെ എന്തായിരിക്കും, ഇവിടെ ആയിരിക്കും അല്ലേ, രണ്ടാമത്തത്. അടുത്ത എന്താണ്, A B ബാർ. A B ബാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്, ഈ ഒരു ടേം ഫുൾ A B ബാർ ആണ്. A B ബാർ എന്തുകൊണ്ട്, C ബാറും ഉണ്ട് C യും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തത് A B ബാർ ദേ ഇവിടെ അങ്ങ് മാർക്ക് ചെയ്യാം. അടുത്ത ഏതാണ്, C ആണ്. C എന്ന് വെച്ചിരിക്കുന്നത് ഏതാണ്, ദേ ഈ ഒരു ഇതാണ് C. പക്ഷേ ഈ ഒരു കേസ് നമ്മൾ നോക്കണ്ട, C എന്ന് വെച്ചിരിക്കുന്നത് ഈ ഒന്നാണ്. സോ നമ്മൾ ഇത് ചെയ്തു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ A ബാർ B ബാർ C. ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി നമ്മൾ ഇത് എഴുതുമ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, K-മാപ്പിൽ മാർക്ക് ചെയ്യാം. ഇനി എന്താ ചെയ്യണ്ടേ, ഇനി നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യണേ, ഇതിനകത്ത് മാക്സിമം നമ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യണം. അതല്ലേ ഫസ്റ്റ് ചെയ്യേണ്ടത്, മാക്സിമം നമ്പർ. അത് നമ്മുടെ ഇതറിയാം എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. മാക്സിമം നമ്പേഴ്സ് ഗ്രൂപ്പ് ചെയ്യണം 2 raised to n. അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, മാക്സിമം ഈ 4 എണ്ണത്തിന് നമുക്ക് ഒറ്റ ഗ്രൂപ്പ് ആക്കി കൂടെ.
ഈ 4 എണ്ണത്തിനെ. ഇത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്ത് നോക്കണം കേട്ടോ. ഈ 4 എണ്ണത്തിന് നമുക്ക് ഒറ്റ ഗ്രൂപ്പ് ആക്കരുതോ? ഈ 4 എണ്ണത്തിന് ഒറ്റ ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഇതിനകത്ത് കിട്ടുക? കോമൺ ആയിട്ട് എന്തുണ്ട്? ലെഫ്റ്റ് സൈഡിൽ ഒന്നും കോമൺ ആയിട്ടില്ല. ഇതിനകത്ത് ഏതാ കോമൺ ആയിട്ടുള്ളത്? എ ബി ബാർ. എ എന്ന് പറയുന്നത് കോമൺ ആണ്. സോ നമ്മൾ എ എന്ന് എഴുതി. ഇതിനകത്ത് കോമൺ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ഒന്നുമില്ല. സോ നമ്മൾ ഇതിനകത്ത് എ എന്ന് എഴുതി. ഇനി അടുത്ത് നമുക്ക് എന്തെടുക്കാം? ഈ രണ്ടാണ്. ഇതിനെ രണ്ടായിട്ട് എടുക്കുന്നതിലും ഇതിനെ 4 ആക്കി എടുത്തൂടെ? അടുത്ത രണ്ടാമത്തേൽ ഈ 4 വൺസിനെയും കൂടെ ഒരുമിച്ച് നമുക്ക് ഗ്രൂപ്പ് ചെയ്തൂടെ? ഇത്രയേ ഉള്ളൂ. ഈ 4 വണ്ണിനെയും കൂടെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് സി. സി എന്ന് പറയുന്ന ഇതിൽ സി മാത്രമല്ലേ കോമൺ ആയിട്ടുള്ളൂ, ബാക്കിയൊന്നും കോമൺ ഇല്ലല്ലോ. സോ സി. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് എക്സ്പ്രഷൻ എന്തായിരിക്കും? ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്ന? കെ മാപ്പ് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു എ പ്ലസ് സി എന്ന് കിട്ടും. ഏത്? ഇത്രയും വലിയ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ എ ബി പ്ലസ് എ ബാർ ബി സി പ്ലസ് എ ബി ബാർ പ്ലസ് സി എന്ന് പറയുന്നതിനെ കെ മാപ്പ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? y ഈക്വൽ ടു എ പ്ലസ് സി. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ഇത് സിമ്പിൾ അല്ലേ? ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കെ മാപ്പ് എഴുതുക. കെ മാപ്പിൽ തന്നിരിക്കുന്ന വേരിയബിൾ നോക്കിയിട്ട് എവിടെയാണ് 1 മാർക്ക് ചെയ്യേണ്ട ആ ഒരൊറ്റ കൺഫ്യൂഷനേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒന്നെങ്കിൽ അതിനെന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് എസ് ഒ പിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. സ്റ്റാൻഡേർഡ് എസ് ഒ പിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? കെ മാപ്പിൽ വേരിയബിളിൽ നമുക്ക് പോയി മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിംഗ് ആണ്. ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ലാർജ് ഗ്രൂപ്പസ് വേണം ഫോം ചെയ്യാൻ. ചെറിയ ഗ്രൂപ്പ് എടുക്കരുത്, വലിയ ഗ്രൂപ്പ് വേണം എടുക്കാൻ. കാരണം നമ്മുടെ ഇക്വേഷൻ എത്രത്തോളം ചെറുതാക്കി വരുന്നു അത്രത്തോളം ചെറുതാക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കെ മാപ്പ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലാർജ് ഗ്രൂപ്പ് എടുക്കുക. ലാർജ് ഗ്രൂപ്പ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം 2n ആയിരിക്കണം. 2n സെല്ലിനെ മാത്രമേ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ 6, 7 അങ്ങനെയുള്ള സെല്ലിനെ ഒന്നും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കോർണേഴ്സ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും ഓർത്തു വയ്ക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ഇതാണ്, y ഈക്വൽ ടു എ പ്ലസ് സി. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, കൺവേർട്ട് the given അല്ലെങ്കിൽ SOP into standard SOP form. SOP എന്ന് വെച്ചാൽ എന്താണ്? സം ഓഫ് പ്രോഡക്റ്റ് ടേം ആണ്. നമ്മൾ ഇപ്പൊ നോക്കിയ പോലത്തെ ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ്. നമുക്കിനകത്തെ എങ്ങനെ ചെയ്യണം? നമുക്ക് എന്താണ്? ഒരു ബൂളിയൻ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ആണോ? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടേംസിലും എന്ത് ചെയ്യും? ഇതിപ്പോ ഒരു 3 വേരിയബിൾ ആണ്. എല്ലാ ടേമിലും 3 വേരിയബിൾ ഉണ്ടോ? ഇല്ല. എല്ലാ ടേമിലും 3 വേരിയബിൾ വന്നാലേ അതെന്താ ഉള്ളൂ? ഒരു സ്റ്റാൻഡേർഡ് SOP ഫോമിലോട്ട് ആവുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ്? ഫസ്റ്റിന്റെ ആൻസർ ഞാൻ ചെയ്യാം. രണ്ടാമത്തെ എങ്ങനെയാണ് നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ നമ്പറും അതിന്റെ ഇൻവേർഷനും വെച്ച് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ. ഫസ്റ്റ് കേസ് എന്താണ്? എ ബാർ ഫസ്റ്റ് ആണ്. എ ബാർ ബി സി, അതിൽ 3 വേരിയബിളും പ്രസന്റ് ആണ്. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. എ ബാർ ബി സി പ്ലസ് അടുത്ത എന്താണ്? എ ബി ബാർ എ ബാർ ബി ബാർ എ ബാർ ബി ബാർ. ഇതിനകത്ത് എന്തില്ല? സി എന്ന് പറയുന്ന ടേം ഇല്ല. സോ എന്ത് ചെയ്യാം? നമുക്ക് സി പ്ലസ് സി ബാർ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ പ്ലസ് ബി ബാർ സി. ബി ബാർ സി എന്ന് പറയുന്നതിനകത്ത് എന്തില്ല? ബി ബാർ സിക്കകത്ത് എ ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് എ ബാർ. എ പ്ലസ് എ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് എ പ്ലസ് എ ബാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും എന്തില്ല? ഈ ഇക്വേഷനിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡിലോട്ട് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ടേം എന്താണ്? എ ബാർ ബി ബാർ സി ബാർ. ഇതെങ്ങനെ വരും? സ്റ്റാൻഡേർഡ് SOP ആക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് എ ബാർ ബി സി അങ്ങനെ തന്നെ വരും. ബി സി പ്ലസ് എന്ത് വരുന്ന? എ ബാർ ബി ബാർ. ഇതിന്റെ കൂടെ എന്ത് വരും? സിയും വരും. പിന്നെന്തുണ്ട്? അതുപോലെ തന്നെ സി ബാറും വരും. എ ബാർ ബി ബാർ സി ബാർ. ബാക്കിയെല്ലാം സെയിം ആണ്. പ്ലസ് ഇത് നിങ്ങൾ ബുക്കിൽ എഴുതി തന്നെ നോക്കിയാൽ മതി. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബി ബാർ സി, ഇതിന്റെ കൂടെ എന്ത് വരും? ബി ബാർ സി എ ഉണ്ട് പ്ലസ് എന്തുണ്ട്? എ ബാർ ഉണ്ട്. ബി ബാർ ഇത് നിങ്ങൾക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം കേട്ടോ. എങ്ങനെ എഴുതാം? ഫസ്റ്റ് എ തുടങ്ങാം. എ ബി ബാർ സി എന്ന് എഴുതാം. എ ബി ബാർ സി എന്ന് എഴുതാം. എ ബാർ ബി ബാർ സി എന്ന് എഴുതാം. ലാസ്റ്റ് ടേം എന്താണ്? അത് അതുപോലെ തന്നെ എഴുതുക. എ ബാർ ബി ബാർ സി ബാർ. അത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ്
അപ്പോൾ നമുക്ക് കിട്ടിയത് ഇപ്പോൾ എന്താണ്? ഇതാണ് ആൻസർ. അതായത് ഇതിനകത്ത് ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് SOP. അതായത് ഇതിനകത്ത് എല്ലാ ടേമും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എല്ലാ ടേമും ABC എല്ലാത്തിടത്തും ABC കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് SOP എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് SOP ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് അതായത് y = a + b bar c എന്ന് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. ഓക്കെ, എന്നിട്ട് സ്റ്റാൻഡേർഡ് SOPയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് സിംപ്ലിഫിക്കേഷനോ ഒന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സോ അത് മാത്രം ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ അല്ല, നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ടൂസ് കോംപ്ലിമെന്റ് അരിത്തമെറ്റിക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാനാണ്. കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ ഞാനിപ്പം നിങ്ങളോട് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് ഐഡന്റിഫൈ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ടൂസ് കോംപ്ലിമെന്റ് അരിത്തമെറ്റിക്കിന്റെ ബേസിക് സ്റ്റെപ്സ് നമുക്കൊന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളാം. ദ ടൂസ് കോംപ്ലിമെന്റ് സിസ്റ്റം ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് നെഗറ്റീവ് നമ്പർ. നമുക്കറിയാം അല്ലേ, ടൂസ് കോംപ്ലിമെന്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് എന്ത് നെഗറ്റീവ് നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതായത് ഇപ്പോൾ -1 -2 എന്ന് പറയുന്ന നെഗറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തൊരു പ്രോബ്ലം ചെയ്യാം. അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കണം അല്ലെ വൺസ് എടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതുകൊണ്ട് ഈ പോയിന്റ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാൻ. In two's complement subtraction, add the two's complement of the subtrahend to the minuend. അറിയാലോ, എന്ത് ചെയ്യണം? സബ്ട്രാഹൻഡിന്റെ ടൂസ് കോംപ്ലിമെന്റ് ഫോം എടുത്തിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, ഇഫ് ദർ ഈസ് എ ക്യാരി ഔട്ട് ദെൻ ഇഗ്നോർ ഇറ്റ്. എന്ത് ചെയ്യണം? ക്യാരി ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരി നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ക്യാരീനെ കളയുക. ക്യാരി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? അതിന്റെ MSB ബിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ക്യാരി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഒരു 4 ബിറ്റ് നമ്പറും അതുപോലെ തന്നെ മറ്റൊരു 4 ബിറ്റ് നമ്പറും കൂടെ ആഡ് ചെയ്താൽ റിസൾട്ട് എന്ന് പറയുന്നത് 4 ബിറ്റിൽ അല്ല എങ്കിൽ അതിന് ക്യാരി ഉണ്ട്. അതായത് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു 5 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ദർ ഈസ് എ ക്യാരി. ഇല്ല, 5 ബിറ്റ് ഇല്ല, 4 ബിറ്റും ആഡ് ചെയ്തപ്പം 4 ബിറ്റേ കിട്ടുന്നുള്ളൂ എങ്കിൽ എന്താണ്? അതിലെന്തില്ല? ക്യാരി ഇല്ല. അങ്ങനെയാണ് ക്യാരി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുക. നമ്മൾ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എങ്കിലും ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇഫ് നോക്കിയത് MSB is 0 ആണെങ്കിൽ എന്തായിരിക്കും? ദ റിസൾട്ട് ഈസ് പോസിറ്റീവ് ആൻഡ് ട്രൂ ബൈനറി ഫോം ആയിരിക്കും. അത് ശ്രദ്ധിച്ചോണം. നമുക്ക് കിട്ടിയ ആൻസറിന്റെ MSB ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ നമുക്ക് ബൈനറി റെപ്രസെന്റ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബിറ്റ് സൈനിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, ബാക്കിയുള്ള ബിറ്റ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡിനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക. ഈ സൈൻ ബിറ്റ് മാറുന്നില്ല, അത് ഫിക്സഡ് ആണ്. അപ്പം ഈ MSB ബിറ്റ് എന്തായിരിക്കും? 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് നമുക്ക് അസ്യൂം ചെയ്യാം? അതൊരു പോസിറ്റീവ് നമ്പർ ആണ്. അതുപോലെ തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ബൈനറി ഫോമാണ്. നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത്? MSB 0 ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ട്രൂ ബൈനറി ഫോം ആയിരിക്കും. അതായിരിക്കും എൻ്റെ ആൻസർ. ദെൻ ഇഫ് ദ MSB ബിറ്റ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ, അതായത് ഈ MSB ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണെങ്കിൽ നമുക്ക് അറിയാം എന്തായിരിക്കും? റിസൾട്ട് എന്ന് പറഞ്ഞത് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ആൻഡ് ഈസ് ഇൻ ടൂസ് കോംപ്ലിമെന്റ് ഫോമിലായിരിക്കും. റിസൾട്ട് നെഗറ്റീവ് ആണ്. എന്താ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു ടൂസ് കോംപ്ലിമെന്റ് ഫോമിലായിരിക്കും MSB ബിറ്റ് 1 ആണെങ്കിൽ. അപ്പം നമ്മൾ അതിന്റെ ഒറിജിനൽ കണ്ടുപിടിക്കാനായിട്ട് ടേക്ക് ഇറ്റ്സ് ടൂസ് കോംപ്ലിമെന്റ് ടു ഫൈൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഇൻ ബൈനറി. ബൈനറിയിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കണം. എങ്കിൽ മാത്രമേ അതിന്റെ ഫൈനൽ ആൻസറിലോട്ട് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഈ സ്റ്റെപ്സ് ഒന്ന് ഓർത്ത് വെച്ചോളുക. ഈ സ്റ്റെപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ഇനി അടുത്തൊരു പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കപ്പം എന്താ പ്രോബ്ലം എന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇപ്പം നമ്മൾ പറഞ്ഞ ടൂസ് കോംപ്ലിമെന്റ് അരിത്തമെറ്റിക് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആഡ് -75 to +26 യൂസിങ് ദ 8-bit ടൂസ് കോംപ്ലിമെന്റ് അരിത്തമെറ്റിക്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും ഇങ്ങനെ 1, 2, 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് തറവായിട്ട് വേണം പോകാൻ. കാരണം ഈ ടൂസ് കോംപ്ലിമെന്റ് അരിത്തമെറ്റിക്കും അതുപോലെ വൺസ് കോംപ്ലിമെന്റ് അരിത്തമെറ്റിക് ഒക്കെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? തെറ്റിപ്പോവാനുള്ള സാധ്യത നല്ല രീതിക്കുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? ടൂസ് കോംപ്ലിമെന്റ് അരിത്തമെറ്റിക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സും ഏതിന്റെ ഫോമിലാണ്? ഈ ഡെസിമൽ ഫോമിലാണ്. തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സും എന്താണ്? -75ഉം 26ഉം ഡെസിമൽ ഫോമിലാണ്. സോ എന്ത് ചെയ്യണം? തന്നിരിക്കുന്നതിനെ നമ്മൾ ആദ്യം ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. തന്നിരിക്കുന്നത് ഒന്ന് 75ഉം 26ഉം. നമുക്കിതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് എങ്ങനെയാണ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. സോ എന്താ? ഫസ്റ്റ് 75നെയാണ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ബൈനറിയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടത്? 2 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്.
അപ്പോൾ 75/2 എന്ത് കിട്ടും? 37 എന്ന് പറയുന്നത് 74 കിട്ടും. 1 എന്ന് പറയുന്നത് എന്താണ്? റിമൈൻഡർ ആണ്. ദെൻ അടുത്തത് എന്താണ്? 2 വെച്ച് നമ്മൾ ഇനിയും ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 18 × 2 എത്രയാണ്? 36. സോ 18 വന്നു. 1 എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്. ദെൻ അടുത്തത് 2 വെച്ചിട്ട് എന്താ? ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളുക. ഈ ആൻസർ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ആൻസറിൽ എത്തുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഉണ്ടല്ലോ, ആ മെത്തേഡിൽ ഓരോ സ്റ്റെപ്പും ഫോളോ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ 9 × 2 18 ആണ്. സോ റിമൈൻഡർ ഒന്നുമില്ല, 0 കൊടുത്തു. ദെൻ അടുത്ത നമ്മൾ എന്താണ്? 2 വെച്ച് ചെയ്യുമ്പോഴത്തേനും എന്താണ്? 4 × 2 എത്രയാണ്? 8 ആണ്. റിമൈൻഡർ എത്രയുണ്ട്? 1 ആണ്. ദെൻ ഇനി റിമൈൻഡർ വരില്ല. ഇനി 2 ആണ്. 2 2s are 4. റിമൈൻഡർ ഇല്ല. ദെൻ 0. അടുത്ത എന്താണ്? ഇനി 2 വെച്ചിട്ട് വരുമ്പോൾ 1 0 1 0. സോ എന്താണ്? 75നെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറിയിലോട്ട് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. 75നെ നമ്പർ എങ്ങനെ എഴുതേണ്ടതെന്നാണ് ഞാൻ എഴുതിയത്. അപ്പോൾ 75, അതായത് ഇപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഏതാണ്? +75നെയാണ്. അതായത് +75നെയാണ് കൺവേർട്ട് നമ്മളിപ്പോൾ ചെയ്തത്. ഫസ്റ്റ് ബിറ്റ് ഇൻഡിക്കേറ്റ്, ഞാൻ ഓൾറെഡി സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ബിറ്റ് സൈൻ ആണ്, ബാക്കിയുള്ളതാണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് ഫോമിൽ കാണിക്കുന്നത്. ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് 8 ബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ തന്നിരിക്കുന്ന നമ്പറിന് എന്തായാലും നമ്മൾ 8 ബിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിപ്പോൾ എത്ര ബിറ്റ് ഉണ്ട്? 1 2 3 4 5 6 7. ഇതിപ്പം 7 ബിറ്റ് ഉണ്ട്. ഈ 7 ബിറ്റിനെ +75 ആക്കണമെങ്കിൽ 8 ബിറ്റിനായിട്ട് കൺവേർട്ട് ചെയ്യണം. 8 ബിറ്റ് +75 ആണെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ എന്താ വരും? 1 0 0 1 0 0 1 0 1 1 1 0 1 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 75. ഇതാണ് +75 ആണെങ്കിൽ എന്തായിരിക്കും? സൈൻ ബിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സൈൻ ബിറ്റ് 0 ആവുന്നതിനാണ് +75. ഇതിനകത്തുനിന്ന് ഇപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിപ്പോൾ 8 ബിറ്റ് ആയില്ലേ? മൊത്തം 8 ബിറ്റ്. 7 ബിറ്റ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൈൻ ബിറ്റിനെയാണ്. ഇനി ഇതിനെ -75 എഴുതാൻ എളുപ്പമല്ലേ? -75 എന്താ ചെയ്യേണ്ടത്? -75 ആകുമ്പോഴത്തേനും MSB ബിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ സൈൻ ബിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇപ്പം ജസ്റ്റ് ഇത് മാത്രം ചേഞ്ച് ചെയ്യുക. -75 എന്ന് പറഞ്ഞാൽ 1 1 0 0 1 0 1 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക്? -75 കിട്ടി ഇല്ലേ? -75 എന്ന് പറയുന്നത് എന്താണിത്? 1 1 0 0 1 0 1 1 എന്ന് പറയുന്നതാണ് -75. ഈ -75ന് എന്താ ആദ്യം ചെയ്യേണ്ടത്? നമ്മുടെ മെത്തേഡ് അനുസരിച്ചിട്ട് സബ്ട്രാഹെൻറ്റിൻ്റെ എന്ത് ചെയ്യണം? 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. സോ ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ഈ 26ൻ്റെ ബൈനറിയും കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, 26ൻ്റെ ബൈനറിയും കൂടെ ഫസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. 26 നോക്കട്ടെ. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിക്കോളുക. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ നിൽക്കണ്ട. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിക്ക് മനസ്സിലാവണം. അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പും നിങ്ങളെ എടുത്തെടുത്ത് ചെയ്യിക്കുന്നത്. എത്രയാണ് നമ്മുടേത്? 26 ബൈനറി കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടത്? /2 ചെയ്താൽ മതി. 26/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 × 2 എത്രയാണ്? 26. റിമൈൻഡർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ 0 എഴുതി. അടുത്തത് 2 വെച്ചിട്ട് 6 × 2 എത്രയാണ്? 6 × 2 എന്ന് വെച്ചാൽ 12 ആണ്. റിമൈൻഡർ ഒരെണ്ണം ഉണ്ട്, 1. അടുത്തത് 2 വെച്ചിട്ട് 3 × 2 എത്രയാണ്? 3 × 2 എന്ന് വെച്ചാൽ 6 ആണ്. റിമൈൻഡർ ഇല്ല, സോ 0. അടുത്ത എന്താണ്? 2 വെച്ച് 1 × 2 എത്രയാണ്? 1 × 2 2 ആണ്. റിമൈൻഡർ ഉണ്ട്. അപ്പം നമുക്ക് കിട്ടിയ 26ൻ്റെ വാല്യൂ നോക്കിയാൽ 1 1 0 1 0. 26 ഞാൻ ദാ ഇവിടെ എഴുതുവാണേ. 26 എത്ര കിട്ടിയത്? 26ൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 1 1 0 1 0. നമുക്ക് തന്നിരിക്കുന്ന 26 + 26 തന്നെയാണ്. പക്ഷെങ്കിൽ 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. അത് ശ്രദ്ധിച്ചു വേണം. 8 ബിറ്റിൽ വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ. ഇതിപ്പോൾ തന്നിരിക്കുന്നത് നമുക്കിപ്പോൾ 26ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5 ബിറ്റിൻ്റെ ആവശ്യമുള്ളൂ റെപ്രസെൻറ്റ് ചെയ്യാൻ. അപ്പം ബാക്കിയുള്ള 3 ബിറ്റ് എന്ത് ചെയ്യണം? 0 നമ്മൾ ലെഫ്റ്റിലോട്ട് ആഡ് ചെയ്യണം. അങ്ങനെ 8 ബിറ്റാക്കി മാറ്റി. ഇത് +26 ആയതുകൊണ്ട് തന്നെ സൈൻ ബിറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കിട്ടിയ ആൻസർ എന്തായിരിക്കും? 26 തന്നെയായിരിക്കും. അതുകൊണ്ട് സൈൻ ബിറ്റ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ സൈൻ ബിറ്റ് നോക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. അപ്പം ഇനി ഇതിനകത്ത് ചെയ്യേണ്ടത് എന്താണ്? -75 നമ്മൾ എടുത്തു.
പ്ലസ് 26 കിട്ടി. ഇനി തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന ചുമ്മാ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഈ -75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് അനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ സബ്ട്രാഹൻഡിന്റെ 2's കോംപ്ലിമെന്റ് ഫോം എടുക്കണം. സോ എന്ത് ചെയ്യണം? -75നെ നമുക്ക് എന്ത് ചെയ്യാം? 2's കോംപ്ലിമെന്റ് ഫോമിൽ എഴുതാം. 2's കോംപ്ലിമെന്റ് ഫോമിൽ എഴുതുന്നത് എങ്ങനെയാണ്? 1's കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചിട്ട് 1 ആഡ് ചെയ്യണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 1's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ സൈൻ ബിറ്റിന് ഒരു ചേഞ്ചും കൂടെ വരുത്താൻ പാടില്ല. സൈൻ ബിറ്റിന് നമ്മൾ അങ്ങനെ തന്നെ വെക്കുക. കാരണം ഇത് നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ആണ്. സോ 1 നമ്മൾ സൈൻ ബിറ്റ് ഇട്ടിരിക്കുകയാണ്. ഇതിനെ ഒന്നും ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള ടേം നോക്കിയേ. ബാക്കിയുള്ള നമ്മുടെ എന്താണ് 75 എന്ന് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഏത്? ഈ 1001011 നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നല്ലോ. ഇത്രയേ ഉള്ളൂ, ഇത്ര പോർഷനേ ഉള്ളൂ. എന്ത്? 75. ആ 75ന്റെ 1's കോംപ്ലിമെന്റ് എടുക്കാം. എന്ത് വരും? 0. 75ന്റെ ഈ 75ന്റെ 1's കോംപ്ലിമെന്റ് ആണേ. 0 1 1 0 1 0 0 എന്ന് കിട്ടി. എന്ത്? 1's കോംപ്ലിമെന്റ്. ഇതിന്റെ 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 1 ആഡ് ചെയ്യണം. ഓക്കെ, 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. ഇതൊക്കെ ബേസിക് സ്റ്റെപ്പ് ആണ്, ശ്രദ്ധിച്ചു നോക്കിക്കോളാം. 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1 0 1 0 1 1 0 1. അപ്പൊ നമ്മുടെ -75നെ 2's കോംപ്ലിമെന്റ് ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. -75 ഇൻ 2's കോംപ്ലിമെന്റ് ഫോം. ശ്രദ്ധിച്ചോണം, -75 എന്ന് പറയുന്നതാണ് സബ്ട്രാഹൻഡ്. അതിന്റെ 2's കോംപ്ലിമെന്റ് ഫോം എന്താണ്? 10110101. ഇതാണ് ഇതിന്റെ എന്ത്? 2's കോംപ്ലിമെന്റ് ഫോം റെപ്രസെന്റേഷൻ. ഇതാണ് ഇതിന്റെ 2's കോംപ്ലിമെന്റ് ഫോം റെപ്രസെന്റേഷൻ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്ത ആൻസർ ഇത് ശരിയാണോ അല്ലയോ നോക്കുക. ഇതാണ് -75ന്റെ 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്? 2's കോംപ്ലിമെന്റ് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഏതുമായിട്ട്? തന്നിരിക്കുന്ന മിനുവന്റ്. മിനുവന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എവിടെയാണ്? പ്ലസ് 26 ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം നോക്കാം. ഞാൻ വേറൊരു കളർ എടുക്കാം. ഇത് ഓക്കെ. ഇനി പ്ലസ് 26 എഴുതാം. 26ൽ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം 26 എഴുതുവാണേ. 26ൽ ആദ്യം എന്താണ്? ഫസ്റ്റ് 3 സീറോസ് ഉണ്ട്. നമ്മൾ ആഡ് ചെയ്ത് 3 സീറോസ്. പിന്നെ എന്താണ്? 1 1 1 1 0 1 0. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് ഏതാണ് ആഡ് ചെയ്യാൻ പോകുന്നത്? 2's കോംപ്ലിമെന്റ് ഫോം ആയിട്ടുള്ള 75. അതായത് 1011 0101 എന്നാണ് ആഡ് ചെയ്യുന്നത്. 1 0 1 1 1 0 1 1 0 0 1 0 1. ഈ ഫോമുമായിട്ട് ആണ് ആഡ് ചെയ്യേണ്ടത്. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്തായിരുന്നു? തന്നിരിക്കുന്നതിനെ നമ്മൾ കറസ്പോണ്ടിങ് ബൈനറി ആക്കി കൺവേർട്ട് ചെയ്തു. കൺവേർഷൻ നടത്തുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. നെഗറ്റീവ് നമ്പറിനെ ഓൾറെഡി എന്താണ്? 2's കോംപ്ലിമെന്റ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. തന്നിരിക്കുന്നതിനെ ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്തു. അതിന്റെ 2's കോംപ്ലിമെന്റ് എടുത്തു. ഏത്? ഇപ്പം -75 കൺവേർട്ട് ചെയ്തു. അതിന്റെ 2's കോംപ്ലിമെന്റ് ഫോം എടുത്തു. സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലാണ് നമ്മൾ റിസൾട്ട് എഴുതേണ്ടത്. അതിനുശേഷം എന്താ? തന്നിരിക്കുന്ന മിനുവന്റുമായിട്ട് നമ്മൾ ആഡ് ചെയ്യാണ്. ഇനി ആഡ് ചെയ്യുമ്പോഴാണ് ക്യാരി ഉണ്ടോ ക്യാരി ഇല്ല എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് ആൻസറിലോട്ട് എത്താൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാം, എഴുതാൻ പറ്റും. ഇത് ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കണം. കാര്യം തെറ്റിപ്പോവാൻ സാധ്യത ഒരുപാടുണ്ട്. നിങ്ങൾക്ക് കുറേ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേനും അയ്യോ ആഡ് 75 എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പോയിന്റ്സ് തന്നിട്ട് അതിൽ നിന്നിട്ട് ഒരു പ്രോബ്ലം ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പം ഇനി എന്താ? നമ്മളിത് ആഡ് ചെയ്യാൻ പോവാണ്. 0 പ്ലസ് 1 എന്താണ്? 1 1 പ്ലസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 0 പ്ലസ് 1 1 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 1 1 പ്ലസ് 1 എന്ന് വെച്ചാൽ എന്താണ്? 0 ആണ്. ക്യാരി 1 ഉണ്ട്. 1 പ്ലസ് 1 എഗെയിൻ എന്താണ്? 0 ആണ്. ക്യാരി 1 ഉണ്ട്. 1 പ്ലസ് 0 പ്ലസ് 0 എന്ന് വെച്ചാൽ 1 ദെൻ 1. ഓക്കെ, ഇപ്പം ആൻസർ മനസ്സിലായല്ലോ. എത്രയാണ് വന്നിരിക്കുന്നത്? 1 1 0 0 1 1 1 1 1 0 0 1 1 1 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ എന്ത്? ഫൈനലായിട്ട് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ആണ്. ഇത് നമുക്ക് ഫൈനലിലോട്ട് എത്തിച്ചേരാൻ പറ്റൂ ഇല്ലയോ നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റെപ്സ് അനുസരിച്ചിട്ട് എന്തായിരുന്നു തന്നിരിക്കുന്ന? അതായത് ഇപ്പം നമ്മളൊരു ആൻസറിൽ എത്തി. അതായത് അഡീഷൻ നമ്മൾ ചെയ്തു. ഈ അഡീഷൻ ചെയ്യുമ്പം MSB ബിറ്റ് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? MSB ബിറ്റ് നമ്മൾ നോക്കണം. MSB ബിറ്റ് തന്നിരിക്കുന്ന ഏതാണ്? 1 ആണ് MSB ബിറ്റ് അല്ലേ?
MSB 1 ആയതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ട് ഇന്ന് 2's കോംപ്ലിമെന്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇഫ് MSB equal to 1 the result is negative and is in 2's കോംപ്ലിമെന്റ് ഫോം. ഇത് ഒറിജിനൽ ഫോമിലാണോ? അല്ല, ഇത് 2's കോംപ്ലിമെന്റ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് MSB ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ 2's കോംപ്ലിമെന്റ് എന്ത് ചെയ്യണം? ഇതിന്റെ 2's കോംപ്ലിമെന്റ് എടുക്കണം. ഇതിന്റെ 2's കോംപ്ലിമെന്റ് എടുത്താൽ എന്ത് കിട്ടുള്ളൂ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഇനി ഇൻ കേസ് ഇതിനകത്ത് നമ്മുടെ MSB ബിറ്റ് എന്ന് പറഞ്ഞത് 0 ആയിരുന്നെങ്കിലോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. MSB ബിറ്റ് 0 ആയിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, തന്നിരിക്കുന്നത് ട്രൂ ബൈനറി ആയിരിക്കും. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ റിസൾട്ട്, അതായത് ഈ ഒരു പോയിന്റ് എഴുതണം. അതിനുശേഷം വേണം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ 2's കോംപ്ലിമെന്റ്. ഇതിന്റെ 2's കോംപ്ലിമെന്റ് എങ്ങനെ എടുക്കാം? നമുക്ക് നേരിട്ട് തന്നെ എടുത്തൂടെ? ആദ്യം എൻ്റെ 1's കോംപ്ലിമെന്റ് എടുക്കണം. 0 0 0 0 1 1 0 0 0 0 പ്ലസ് 1 കൂടെ വരുമ്പോൾ എന്തായിരിക്കും? പ്ലസ് 1 കൂടെ വരുമ്പോൾ എന്തായിരിക്കും? ലാസ്റ്റ് ഒരു 1 കൂടെ വരും. അത്രയല്ലേ ഉള്ളൂ. പ്ലസ് 1 കൂടെ ചെയ്യുമ്പോഴേ എന്താവുള്ളൂ? 2's കോംപ്ലിമെന്റ് ആവുള്ളൂ. ഞാനിവിടെ ലാസ്റ്റ് 1, ഇത് എൻ്റെ 2's കോംപ്ലിമെന്റ് ഫോം ആയിരിക്കും. അപ്പൊ എന്താ കിട്ടിയത്? 0 0 0 0 1 1 then again 0 0 0 1 എന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ. ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് 49. എന്നിട്ട് എന്ത് ചെയ്യണം? കിട്ടിയ നമ്പർ നെഗറ്റീവ് ആയിരിക്കും. സോ എന്ത് ചെയ്യണം? മൈനസ് സൈൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യണം. ഇതൊരു നെഗറ്റീവ് നമ്പർ ആണ് ഇല്ലേ? 0 0 1 1 0 0 0 1 8 ബിറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇതായിരിക്കും എന്ത്? ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും 0 0 1 1 0 0 0 1. ഓക്കെ, അപ്പൊ ഇതെന്തായി? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 49നെ നമുക്കിപ്പോ ഇത് ആഡ് ചെയ്ത് എന്താ കിട്ടുക? -75 അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ 2's കോംപ്ലിമെന്റ് മെത്തേഡിന്റെ ഓരോ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിന് ശേഷം ഇത് ചെയ്യുക. ഇതിപ്പോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഇപ്പൊ ആൻസർ എത്രയാണ്? -75 to +26 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും? -49 ആയിരിക്കും. -49 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 49നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഇത് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 49 നമുക്ക് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കാം അല്ലെ? 49 2 വെച്ച് ചെയ്യുമ്പോഴത്തേന് എത്ര കിട്ടും? 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ആണ്. സോ റിമൈൻഡർ എന്തുണ്ട്? 1 ഉണ്ട്. ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ മനസ്സിലാവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം, ഇത് ശരിയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. 12 × 2 എത്രയാണ്? 24 ആണ്. സോ 0 വന്നു. റിമൈൻഡർ ദെൻ എന്താണ്? 2 വെച്ച് ചെയ്യുമ്പം 6 × 2 എന്ന് പറയുന്നത് 12 ആണ്. സോ 0 വന്നു. അഗെയിൻ റിമൈൻഡർ ദെൻ അഗെയിൻ 2 വെച്ച് ചെയ്തു. 3 × 2 എന്ന് വെച്ചാൽ 6 ആണ്. സോ 6 ആയതുകൊണ്ട് റിമൈൻഡർ എന്തുണ്ട്? 0 ആണ്. ദെൻ അഗെയിൻ 2 വെച്ച് ചെയ്യുന്നു. 1 × 2 എത്രയാണ്? 1 × 2 ആണ്. സോ 1 റിമൈൻഡർ. ശരിയാണോ നോക്കിയാൽ 110001 എന്നതാണ് എന്ത്? 49. മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യണം. മൈനസ് സൈൻ വെച്ചാൽ മാത്രമേ എന്ത് മനസ്സിലാവൂ? ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ എന്ന് കാണിക്കാൻ പറ്റുള്ളൂ. സോ ഓരോ സ്റ്റെപ്പും ഫോളോ ചെയ്തിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഞാനിതിന് നിങ്ങൾക്ക് ഒരു എന്താ പറയണേ, നിങ്ങൾക്കൊരു പ്രാക്ടിക്കലായിട്ട് ഒരു പ്രോബ്ലം കൂടെ തരാം. അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. ഓക്കെ, അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. അതുപോലെ ഒരു സെയിം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ആ ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതിന്റെ സ്റ്റെപ്സ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. മറ്റതുപോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ എന്താണ്? ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആഡ് -45.75 to +87.5 യൂസിങ് ദ 12-bit 2's കോംപ്ലിമെന്റ് അരിത്തമെറ്റിക്. മറ്റതിൽ നിന്ന് വ്യത്യാസമുണ്ട്. എത്രയാണ്? 12-bit അരിത്തമെറ്റിക് ആണ്. അത് പറയാൻ കാര്യം ഇതിന് എന്തുണ്ട്? ഫ്രാക്ഷണൽ പാർട്ടും കൂടെ ഉണ്ട്. ഫ്രാക്ഷണൽ പാർട്ടും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ 12 ബിറ്റിലോട്ട് മാറ്റിയത്. കാരണം ഈ പാർട്ടും കൂടെ നമുക്ക് വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ -45.75 എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ, 12 ബിറ്റിലോട്ട് ആക്കണമല്ലോ. എന്താ ചെയ്യേണ്ടത്? ഈ -45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 8 ബിറ്റ് റെപ്രസെന്റ് ആയിരിക്കും. ഇതിനെ 8 ബിറ്റിൽ തന്നെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുക. ഇതിനെ ബാക്കിയുള്ളതിനെ 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പം
8 പ്ലസ് 4 എത്രയാണ് 12 ആണ്. അങ്ങനെ 12 ബിറ്റ് കിട്ടും. അപ്പോൾ ഇത് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ തന്നെയാണ്. ഫസ്റ്റ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തായിരിക്കും? ഫസ്റ്റ് MSB, അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് കാണിക്കുന്നത് സൈൻ ബിറ്റിനെയാണ്. ഇതെന്ന് പറഞ്ഞ് 8 ബിറ്റിൽ തന്നെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുക. ഇത് 4 ബിറ്റിലും, അങ്ങനെ 12 ബിറ്റ് റെപ്രസെന്റേഷൻ ആയിക്കോളും. അതുപോലെ തന്നെ സെയിം 87.5 ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന ഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സബ്ട്രാഹൻഡ് ഏതാണ്? ഈ -45.75 ആണ്. ഇതിനെ എന്ത് ചെയ്യണം? ഇതിന്റെ 2's കോംപ്ലിമെന്റ് ഫോം കണ്ടുപിടിക്കണം. ഇതിന്റെ 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് 2's കോംപ്ലിമെന്റ് എന്ന് അറിയാലോ? അതായത് സൈൻ ബിറ്റിനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ 2's കോംപ്ലിമെന്റ് ഫോം കണ്ടുപിടിക്കുക. -45.75ന്റെ 2's കോംപ്ലിമെന്റ്. കാരണം നമ്മൾ സൈൻ ബിറ്റ് ലെഫ്റ്റ്, അതായത് MSBയിൽ ഇടുന്നതാണ്. സൈൻ ബിറ്റിനെ അവിടെ തന്നെ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ബാക്കിയുള്ളതിന്റെ 2's കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചിട്ട് ഈ 87.5ന്റെ ബൈനറി ആയിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നേരത്തെ സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇത് മാത്രം ശ്രദ്ധിക്കുക. 8 ബിറ്റ് 4 ബിറ്റ് ആക്കിയിട്ട് 12 ബിറ്റ് നമുക്ക് എടുക്കാം. ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് കിട്ടിയ ആൻസർ പിന്നെ നമ്മുടെ എന്താ MSB ബിറ്റ് 0 ആണോ 1 ആണോ എന്നനുസരിച്ചിട്ട് ചെയ്യുക. ഇതിന്റെ MSB ബിറ്റ്, MSB നമുക്ക് ഈ ഒരു നമുക്ക് കുറച്ചു മുമ്പ് കിട്ടിയതിൽ MSB എത്രയായിരുന്നു? MSB എന്ന് പറഞ്ഞത് 1 ആയിരുന്നു. ഇതിന് കിട്ടുന്ന MSB എന്ന് പറയുന്നത് 0 ആയിരിക്കും. MSB ബിറ്റ് അത് നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ നേരിട്ട് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. MSB ഏതാണ്? ഈ -45.75നെ 87 ആയിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേന് എന്ത് കിട്ടും? കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കും. സോ MSB ബിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. 0 MSB ബിറ്റ് ആയി കഴിഞ്ഞാൽ ക്യാരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇഗ്നോർ ചെയ്യുക. അത് നമ്മൾ മറ്റത് നോക്കുക. ഏതാണ് MSB ബിറ്റ് 0 ആയിട്ട് കിട്ടുന്നതെന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളാം. ഇതിന്റെ ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഈ ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. മറ്റതിന്റെ സെയിം മെത്തേഡ് തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അത് നോക്കാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ 12 ബിറ്റ് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഓഫ് ദ ഫോളോവിങ് ഡെസിമൽ നമ്പേഴ്സ്. ഒരു 3 ഡെസിമൽ നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? 12 ബിറ്റ് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കും, മറ്റത് 2 എണ്ണം നിങ്ങൾ തനിയെ വർക്കൗട്ട് ചെയ്യണം. കാരണം നമ്മൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്തു പോയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുമ്പോഴേ എത്രത്തോളം അത് ഡിഫിക്കൽട്ട് ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ -97 എങ്ങനെയാണെന്ന് പറയാം. ഇതുവരെ നമ്മൾ ചെയ്തതുപോലെ തന്നെ വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് എന്താണ്? ജസ്റ്റ് 12 ബിറ്റ് 2's കോംപ്ലിമെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം സൈൻഡ് നമ്പേഴ്സ് ആണ്. സോ എന്തായിരിക്കും? സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലാണ് നമ്മുടെ നമ്പേഴ്സ് ഒക്കെ തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ബിറ്റ് സൈൻ, പിന്നെ കാണിക്കുന്ന മാഗ്നിറ്റ്യൂഡ് ആണെന്ന് മാത്രം ഫസ്റ്റ് ഓർത്ത് വയ്ക്കുക. തന്നിരിക്കുന്നത് ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഈ ഡെസിമൽ നമ്പറിനെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഈ 97നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എന്ത് കിട്ടും നോക്കട്ടെ. 97 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 48 ഇൻറ്റു ഇത് എത്രയാണ്? 96 ആണ്. സോ 48. റിമൈൻഡർ നമുക്കുണ്ട്. റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത എന്താണ്? 2 വെച്ച് ഡിവൈഡ് ചെയ്ത് 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ എന്തെങ്കിലും ഉണ്ടോ? 24 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 48 ആണ്. സോ റിമൈൻഡർ ഒന്നുമില്ല. നമ്മൾ 0 എഴുതി. അതിനുശേഷം നമ്മൾ 2 വെച്ച് ദറ്റ് ഈസ് 12 ഇൻറ്റു 2 എത്രയാണ്? 24 ആണ്. സോ 12 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 24. റിമൈൻഡർ ഇല്ല, 0. ദെൻ അടുത്ത എന്താണ്? 6 ഇൻറ്റു 2 ആണ് 12. 6 ഇൻറ്റു 2 ആണ് 12. റിമൈൻഡർ ഇല്ല, അഗെയിൻ 0. ദെൻ അടുത്തത് എത്രയാണ്? 2 വെച്ച് 3 ഇൻറ്റു 2 ആണ് 6. 3 ഇൻറ്റു 2 എന്ന് വെച്ചാണ് 6. റിമൈൻഡർ ഒന്നും തന്നെ ഇല്ല, 0. അടുത്ത എന്താണ്? 2 വെച്ച് ഡിവൈഡ് ചെയ്യും. 1 ഇൻറ്റു 2 2 ആണ്. റിമൈൻഡർ ഉണ്ട് 1. അപ്പം ഈ കാണിക്കുന്ന ഇതിങ്ങനെയാണ് എഴുതേണ്ടത്. ഇതൊക്കെ കോമൺ അറിയാവുന്ന കാര്യമാണ്. സോ ഈ കാണുന്നതാണ് എന്ത്? 97, അതായത് +97ന്റെ ബൈനറി ഫോം. ബൈനറി ഫോം ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. 1 1 1 1, പിന്നെ എത്രയുണ്ട്? 4 zeros ഉണ്ട്. 4 zeros, 1 2 3 4 zeros and 1. ഇതെന്ന് പറയുന്ന ഒരു 7 ബിറ്റ് ആയിട്ടുള്ളൂ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 12 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. സോ ബാക്കിയുള്ള സീറോസ് നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റിലോട്ട് ആഡ് ചെയ്യും. 8, എത്രയാണ്? 9. തൂക്കമാണ്. 5 zeros ആയിരിക്കും നമ്മൾ ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. 1 2 3 4 5 zeros ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് എത്രയായി? മൊത്തം എത്രയായി? 12 ബിറ്റ് റെപ്രസെന്റേഷൻ ആയി. 12 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ 12 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. പ്ലസ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബിറ്റ് നമ്മൾ എന്താ? സൈൻ ബിറ്റ് ആയിട്ടായിരിക്കും അസൈൻ ചെയ്യുക. സോ ഇതാണ്
പ്ലസ് 97 റെപ്രസെൻറ്റേഷൻ, 12 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് പ്ലസ് 97. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് പറഞ്ഞിരിക്കുന്നത് 2's കോംപ്ലിമെൻ്റ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ഒരു നെഗറ്റീവ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 2's കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് 2's കോംപ്ലിമെൻ്റ്. സോ ഇതിൻ്റെ നെഗറ്റീവ് എന്ത് ചെയ്യേണ്ടത്? ഇതിൻ്റെ 2's കോംപ്ലിമെൻ്റ് എടുത്താൽ മതി. ഒന്നെങ്കിൽ നമുക്ക് ഈ സൈൻ ബിറ്റ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അതായത് 1 ആക്കി തുടർന്നിട്ട് നമുക്ക് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിപ്പോൾ നമുക്ക് ബൈനറി അഡീഷനോ സബ്ട്രാക്ഷനോ ഒന്നുമല്ല, നമ്മൾ നെഗറ്റീവ് നമ്പറിനെ റെപ്രസെൻറ്റേഷൻ ആണ്. സോ ഫസ്റ്റ് ബിറ്റ് 1 ആയിരിക്കും, അത് നമുക്കറിയാം. ഇതിൻ്റെ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ 1's കോംപ്ലിമെൻ്റ് എടുക്കുക. 1's കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ ആദ്യം 5 ones, 3 4 5 ones, 2 zeros, 2 0 4 ones, 1 2 3 4 ones, 1 0. ഇതാണ് ഇതിൻ്റെ 1's കോംപ്ലിമെൻ്റ്. ഇതെന്തിനാണ്? 97ൻ്റെ 1's കോംപ്ലിമെൻ്റ് ഫോം റെപ്രസെൻറ്റേഷൻ ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ പ്ലസ് 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2's കോംപ്ലിമെൻ്റ് ആയി. പ്ലസ് 1 ചെയ്യുമ്പോൾ 2's കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ. ഇവിടെ മാത്രം 1, ബാക്കിയെല്ലാം കറക്റ്റ് പോലെ തന്നെ. ആദ്യം എത്ര? 5 ones, 1 2 3 4 5 ones, then 2 zeros, 2 zeros 4 ones. ഇതായിരിക്കും നമ്മുടെ -97ൻ്റെ ബൈനറി ഫോം റെപ്രസെൻറ്റേഷൻ. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്താ നമ്മൾ പറഞ്ഞത്? 2's കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നെഗറ്റീവ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പം സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം അത് നിങ്ങൾ കൂടുതൽ ഇത് എടുക്കേണ്ട, സൈൻ ബിറ്റ് അങ്ങനെ തന്നെ വെച്ച് ബാക്കിയുള്ളത് റിപ്ലേസ് ചെയ്ത് അങ്ങനെ ചെയ്താലും കറക്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 1's കോംപ്ലിമെൻ്റ് എടുത്ത് 2's കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് സൈഡിലെ ബിറ്റ് എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റ് എന്താണ്? നെഗറ്റീവ് നമ്പർ. അപ്പോൾ -97ൻ്റെ 12 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്ത്? 2's കോംപ്ലിമെൻ്റ്. ഈ 2's കോംപ്ലിമെൻ്റ് ഉദ്ദേശിച്ചേക്കുന്നത് എന്താണ്? നെഗറ്റീവ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഇനിയുള്ളത് എന്താണ്? 2 എണ്ണം കൂടെ തന്നിട്ടുണ്ട്. ഈ 2 എണ്ണം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക, തനിയെ വർക്കൗട്ട് ചെയ്യുക. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഈ 224 ആണ്. ഈ 224ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? 12 ബിറ്റിലോട്ട് ബാക്കിയുള്ള ബിറ്റുകൾ ആഡ് ചെയ്ത് 1's കോംപ്ലിമെൻ്റ് എടുത്തിട്ട് 1 ആഡ് ചെയ്യുക. അപ്പം എന്ത് കിട്ടും? -224. ഇനി അടുത്ത് എന്തുണ്ട്? -197.5. അതെന്താണ്? ഒരു ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടല്ലേ. അപ്പോൾ 0.5 എന്താണ്? 0.5 × 2 ചെയ്യണം. 0.5 അതായത് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ഒക്കെ എന്താണ്? 2 - 1 2 - 2 വെച്ചിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്താൽ പോകേണ്ടത്. ഇതിപ്പോൾ 0.5 ആയതുകൊണ്ട് ഒരൊറ്റ മൾട്ടിപ്ലിക്കേഷനേ വരുള്ളൂ. ദാറ്റ് ഈസ് എന്താണ്? 0.5 × 2 എത്രയാണ്? 1. 0.5 × 2 എത്രയാണ്? 1. അപ്പം ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറേ കാണുള്ളൂ. അപ്പോൾ ബാക്കി എത്രയാണ്? 11 നമ്പേഴ്സ് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യണം. 11 നമ്പർ ലെഫ്റ്റ് സൈഡിൽ വരും, ഒരു നമ്പർ ആയിരിക്കും റൈറ്റ് സൈഡിൽ വരും. എന്തായാലും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. കാരണം ഇത് നിങ്ങൾ തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുവരെ ഞാൻ ചെയ്ത പ്രോബ്ലംസ് പോലെ തന്നെയാണ്. ഇപ്പോൾ -97 എങ്ങനെയാണെന്നറിയാലോ. അതുപോലെ അതായത് കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താലേ ഇത് കൃത്യമായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഈ ഒരു സംഭവം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാ പ്രോബ്ലംസും നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് തരാം. അതായത് ഈ -224ൻ്റെയും -197.5ൻ്റെയും പിന്നെ ഞാൻ ഒരു പ്രോബ്ലം കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെയും കൂടെ ആൻസർ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തരാം. ആൻസർ ചെയ്യേണ്ട രീതിയും തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇച്ചിരി ശ്രദ്ധയോടുകൂടി വേണം നമ്പർ സിസ്റ്റം അറ്റൻഡ് ചെയ്യാൻ. നമ്പർ സിസ്റ്റം കൂടുതലും തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. സോ താങ്ക് യു.